2007 ഡിസംബർ 31 ലോകം പുതുവർഷത്തെ വരവേൽക്കാൻ ആവേശത്തോടെ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ബംഗളൂരു നഗരത്തിലെ തിരക്കേറിയ ഒരു ബസ് സ്റ്റാൻഡിൽ മരണം മണക്കുന്ന മറ്റൊരു കഥ അരങ്ങേറാൻ പോവുകയായിരുന്നു. കയ്യിലൊരു ചെറിയ ബാഗുമായി സാധാരണക്കാരിയായ ഒരു സ്ത്രീ ബസ് സ്റ്റാൻഡിലെ ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. അത് മല്ലികയായിരുന്നു. അവളുടെ ബാഗിൽ നാഗവേണി എന്ന സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് തട്ടിയെടുത്ത ആഭരണങ്ങളുണ്ടായിരുന്നു. ആ സ്വർണം വെച്ച് പണമാക്കാനുള്ള അവസാന ശ്രമത്തിലായിരുന്നു അവൾ. എന്നാൽ ഇത്തവണ അവളുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. പോലീസിന്റെ അദൃശ്യമായ വല അവൾക്ക് ചുറ്റും മുറുകിക്കഴിഞ്ഞു. കെമ്പമ്മ, ഒരു കടുപ്പമുള്ള ശബ്ദം കേട്ട് അവൾ തലയുയർത്തി. മുന്നിൽ നിൽക്കുന്നത് ബംഗളൂരു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ. അവളുടെ മുഖത്ത് ഒരു നിമിഷം പോലും ഭയത്തിന്റെ നിഴൽ പടർന്നില്ല. യാതൊരു ഭാവമാറ്റവുമില്ലാതെ അവൾ പോലീസിനൊപ്പം നടന്നു. ചോദ്യം ചെയ്യലിന്റെ ആദ്യ മണിക്കൂറിൽ അവൾ മൗനം പാലിച്ചു. എന്നാൽ പോലീസ് തെളിവുകൾ ഓരോന്നായി നിരത്താൻ തുടങ്ങിയപ്പോൾ ആ മൗനം തകർന്നു. അവൾ ഓരോ കൊലപാതകവും വിവരിച്ചു, യാതൊരു സങ്കടവുമില്ലാതെ, ഒരു പഴയ കഥ പറയുന്നത് പോലെ. 6 സ്ത്രീകളെ എങ്ങനെ കൊലപ്പെടുത്തിയെന്നും അവരുടെ സ്വർണം എവിടെ വിറ്റുവെന്നും അവൾ പോലീസിനോട് പറഞ്ഞു.